ഹാക്സ് ആണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഹാക്സ് എന്ന് പറയുന്നത് ഞാൻ വളരെ ലേറ്റ് ആയിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഈ 10 ഹാക്സ് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ലൈഫ് വുഡ് ഹാവ് ബീൻ സോ മച്ച് ഈസിയർ. പക്ഷേ നോ, ഞാൻ ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഐ തോട്ട് ദാറ്റ് ഞാനൊരു വീഡിയോ ചെയ്യാം സോ ദാറ്റ് നിങ്ങളോട് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാം സോ ദാറ്റ് നിങ്ങളുടെ ലൈഫ് വിൽ ബി ഈസിയർ ഇഫ് യു ആർ യൂസിങ് എൻ ഐഫോൺ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തോട്ടെ പ്ലീസ്. ഹാക്ക് നമ്പർ 1. ഞാൻ യൂഷ്വലി സ്പോട്ടിഫൈയിൽ നിന്ന് സോങ്സ് കേൾക്കാറ്. പക്ഷെ ചില സോങ്സ് ഒന്നും സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ സോങ്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് കേൾക്കാറ്. പക്ഷെ യൂട്യൂബ് ആപ്പിൽ നിന്ന് സോങ് കേട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല, ഫോൺ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ വെച്ച് തന്നെ കേൾക്കണം. വെയിറ്റ്, യൂട്യൂബ് മ്യൂസിക്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ യൂട്യൂബ് ആപ്പിൽ നിന്നാണ് കേൾക്കാറ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചൊരു ഹാക്കാണ് നമുക്ക് എങ്ങനെ യൂട്യൂബിൽ നിന്ന് സോങ് കേൾക്കാം ആൻഡ് വേറെ ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഫോൺ ലോക്ക് ചെയ്യാം. whatever. ഐ ഹോപ്പ് ദാറ്റ് മേക്ക് സെൻസ്. അപ്പോൾ ആദ്യം നിങ്ങൾ സഫാരി പോകണം. സഫാരി പോയിട്ട് യൂട്യൂബ് എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കേൾക്കണം എന്നുള്ളൊരു വീഡിയോ എടുക്കുക. ഇത് ഞാൻ റാൻഡമായിട്ട് എടുത്തതാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ എ ബട്ടൺ കണ്ടോ, ആ എ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പോസ് ചെയ്യാൻ ഞാൻ ഇഷ്ടമുള്ളത് എടുക്കുക. എടുത്തതിന് ശേഷം ഈ എ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഇത് വരും, റിക്വസ്റ്റ് ഡെസ്ക്ടോപ്പ് വെബ്സൈറ്റിൽ നിന്ന്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ യൂട്യൂബിൽ വരും. അതിനുശേഷം നമ്മളിത് പ്ലേ ചെയ്യുക, പ്ലേ ചെയ്യുക. എന്നിട്ട് മുകളിലത്തെ ആ ഇത് എടുത്തിട്ട് switch between apps. ലൈക്ക് നിങ്ങൾക്ക് ഏത് ആപ്പ് വേണോ എടുക്കാം. യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് സോങ്സ് കേട്ടോണ്ട് തന്നെ, അല്ലെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ നിങ്ങളൊരു ടെഡ് ടോക്ക് കേൾക്കുകയാണെങ്കിൽ ആ ടെഡ് ടോക്ക് കേട്ടോണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ആപ്സിലേക്ക് സ്വിച്ച് ചെയ്യാം. ഹാക്ക് നമ്പർ 2. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലത്തെ ആ കൺട്രോൾ സെൻറ്റർ മുകളിലത്തെ കൺട്രോൾ സെൻറ്റർ എടുത്തിട്ട് ഈ വൈഫൈ ഓപ്ഷനിൽ ലോങ് പ്രസ് ചെയ്താൽ ലൈക്ക് ആ ഓപ്ഷൻസ് കുറച്ചുകൂടെ വലുതായി വരും. ഇനി ആ വൈഫൈ ഓപ്ഷനിൽ ഒന്നുകൂടെ ലോങ് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആക്ച്വലി എത്ര വൈഫൈ അവൈലബിൾ ആണെന്ന് കാണിക്കും. സെറ്റിങ്സിൽ പോകാതെ തന്നെ നമുക്കിത് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് താഴത്തെ ഈ വൈഫൈ സെറ്റിങ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സെറ്റിങ്സിലേക്ക് പോകാം. അതേപോലെ തന്നെ നിങ്ങൾ ബ്ലൂടൂത്ത് എടുത്തിട്ട് ബ്ലൂടൂത്തിൽ ലോങ് പ്രസ് ചെയ്താലും ഈ സെയിം ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയി കഷ്ടപ്പെടാതെ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഇങ്ങനെ ആക്സസ് ചെയ്യാം. ഹാക്ക് നമ്പർ 3. ഈ ഹാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയൊരു ഹാക്കാണ്. കാരണം മുമ്പ് ഞാൻ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ബോക്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭയങ്കര ഹാർഡായിരുന്നു. കാരണം സ്കാൻ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ അതിനുശേഷം അത് മെയിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചത് നമുക്ക് നമ്മുടെ ഐഫോണിൽ തന്നെ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽസിൽ പോവാം. എന്നിട്ട് ഏതിലൊരു ഫോൾഡർ, അതിപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഗറാജ് ബാൻഡോ അല്ലെങ്കിൽ VSCO ഏത് ഫോൾഡറിൽ വേണം എടുക്കാം. ഫോൾഡർ എടുത്തിട്ട് അവിടെ ലോങ് പ്രസ് ചെയ്യുക. ആൻഡ് ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ന്യൂ ഫോൾഡർ, സ്കാൻ ഡോക്യുമെൻറ്റ്സ്, ഇൻഫോ. ആൻഡ് നിങ്ങൾ സ്കാൻ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇതേപോലെ സ്കാൻ ചെയ്യാൻ പറ്റും. സ്കാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡ്സ് ഇതേപോലെ ലൈക്ക് നമ്മൾ സാധാ സ്കാനിങ് ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുക. ആൻഡ് കീപ് സ്കാൻ. ഇനി ഈ സ്കാൻ എടുത്തിട്ട് ഈ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടോ, ഫിൽറ്റർ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ സ്കെയിൽ ഇങ്ങനെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എത്രയാണോ സ്കാൻ ചെയ്യാം നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യാതെ. ഹാക്ക് നമ്പർ 4. അപ്പോൾ ഹാക്ക് നമ്പർ 4 എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് iPhone 11 ആണ്. ആൻഡ് iPhone 11 എൻ്റെ കൈക്ക് കുറച്ച് വലുതാണ്. അപ്പോൾ ഈ മുകളിലത്തെ ആപ്സൊക്കെ ആക്സസ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോട്ടം സെൻറ്ററിൽ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഇതേപോലെ താഴേക്കാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മുകളിലത്തെ ആപ്സൊക്കെ ആക്സസ് ചെയ്യാം. ഹാക്ക് നമ്പർ 5. നിങ്ങൾ ആദ്യം കാലണ്ടർ ആപ്പ് പോവാം. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ 9th സെപ്റ്റംബർ. അപ്പോൾ ഞാൻ ഇതിൽ പോയിട്ടൊരു ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഇവൻറ്റ് ആഡ് ആവും. ഈ ഇവൻറ്റിൽ ഈ ടൈം എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇതിൽ ലൈക്ക് 45, 50, 55, അതായത് 5 വിട്ടിട്ടാണ് വരുന്നത്. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 6, 7, 8 അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് 29 സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. മറ്റേ ഓപ്ഷനിൽ നമുക്ക് 5ൻ്റെ മൾട്ടിപ്പിൾസിലേ സെറ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ടാപ്പ് ചെയ്ത് സാധാ പോലെ 11, 12, 13 വരും. നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് ലൈക്ക്
226 സെറ്റ് ചെയ്യണമെങ്കിൽ 226 സെറ്റ് ചെയ്യാം. ഹാക്ക് നമ്പർ 6, ആൻഡ് ഇതും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടുപിടിച്ചതാണ്. ആൻഡ് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ മെസ്സേജ് ആപ്സിൽ പോവാം. എന്നിട്ട് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിൽ എൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ യൂഷ്വലി എന്താ ചെയ്യുക, ഈ 1 2 3 പോവും, എക്സ്ക്ലമേഷൻ ഇടും, പിന്നെ ABC ക്ലിക്ക് ചെയ്യും, ബാക്ക് ടു നമ്മുടെ നോർമൽ കീബോർഡ്. ഈ പ്രോസസ്സിനെ കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 1 2 3 ലോങ് പ്രസ് ചെയ്യുക. ആൻഡ് ലൈക്ക് കൈ എടുക്കാതെ നമ്മൾ ഈ എക്സ്ക്ലമേഷൻ എടുക്കുക. ആൻഡ് കൈ വിടുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ABC കീബോർഡിലേക്ക് തിരിച്ചു വരും. ഇതെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ ടൈം ഒരുപാട് സേവ് ചെയ്യും. ഈ ഹാക്ക് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ മെസ്സേജസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെയിൽ എല്ലാം ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മെസ്സേജസിൽ പോവാം. നമുക്ക് എയർടെലിൻ്റെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ചാറ്റ് ബോക്സ് എടുക്കുക. ആൻഡ് ചുമ്മാ പിഞ്ച് ഇൻ, ഓക്കെ, ഇങ്ങനെ ലൈക്ക് പിൻ ചെയ്യുക. പിൻ ചെയ്യുമ്പോഴത്തേക്കും ഇത് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് സാധാ പോലെ ഡിലീറ്റ് ചെയ്യാം. ഹാക്ക് നമ്പർ 8, നമ്മൾ നമ്മുടെ ഹോം സ്ക്രീൻ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം നമുക്ക് ഒരു ആപ്പേ മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ലൈക്ക് ഐ തോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷെ അങ്ങനല്ല. നമുക്ക് മൾട്ടിപ്പിൾ ആപ്സ് മൂവ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ ആപ്പ് ക്ലിക്ക് ചെയ്തു, ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ നമ്മൾ വേറെ ആപ്സ് ഇതേപോലെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ അത് ഗ്രൂപ്പ് ആവും. അപ്പോൾ നമ്മളത് വേറെ ഇതിലേക്ക് പോയിട്ട് വിട്ടുകൊടുത്ത് ആ 3 എണ്ണം കൂടെ ഒരുമിച്ച് വേറെ പേജിലേക്ക് പോകും. ഹാക്ക് നമ്പർ 9, ഈ ഹാക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു സോങ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിലാവാം, സ്പോട്ടിഫൈയിലാവാം, ഏതെങ്കിലും ആപ്പിൽ നമ്മൾ സോങ് കേട്ടുകൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടക്കുക ആൻഡ് നിങ്ങൾ വിചാരിച്ചു സോങ് കേൾക്കാമെന്ന്. പക്ഷേ ഉറങ്ങാൻ കിടക്കുന്നതായതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോയാൽ ആ സോങ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണിത്. ലൈക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ഒരു സോങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട ആൽബം എടുക്കുക ആൻഡ് സോങ് ഇടുക. ഓക്കെ, കുറച്ച് ഡിസ്റ്റർബിങ് അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലോക്കിലേക്ക് പോവാം, ടൈമർ എടുക്കുക. ആൻഡ് ഞാൻ എന്താ ടൈമർ ഒരു 5 സെക്കൻഡ്സ് വെച്ചു. ഇനി താഴെ വെൻ ടൈമർ എൻഡ്സ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഏറ്റവും താഴെ പോകുമ്പോൾ സ്റ്റോപ്പ് പ്ലേയിങ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡിന് ശേഷം ഈ സോങ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. സോങ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി. നിങ്ങൾക്ക് ലൈക്ക് സോങ്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ടെക്ടോക്ക് കേൾക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഹാക്ക് നമ്പർ 10, നമ്മുടെ 10th ഹാക്ക് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, ലൈക്ക് മെസ്സേജിങ്ങോ നോട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും, അപ്പോൾ നിങ്ങൾക്കത് ഫുൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഈസിയായി ഡിലീറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം നോട്ട്സ് എടുക്കാം. പ്ലീസ് ഡോണ്ട് ജഡ്ജ് മൈ നോട്ട്സ്, ഓക്കെ. എന്നിട്ട് ഈ മേക്ക് എ ന്യൂ നോട്ട് എന്നിട്ട് ഞാൻ വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം, ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ വെറുതെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ അൺഡു ടൈപ്പിംഗ് വരും. അൺഡു ക്ലിക്ക് ചെയ്യുക, ബൂം പോയി. വീണ്ടും എടുക്കുക, ലൈക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, അൺഡു. സി ഭയങ്കര ഈസി. അപ്പോൾ അതായിരുന്നു നമ്മുടെ 10 iPhone ഹാക്സ്. ഐ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. ബിക്കോസ് ഇതൊക്കെ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ള ഹാക്സ് ആണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ടു സോ ഇഫ് യു ഡു ദെൻ പ്ലീസ് ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കോമെന്റ് ഡൗൺ ബിലോ. I'll do it. Thank you so much for watching.